Earth is the only known planet. Life in this universe. We should respect and maintain everything we get from our Mother Earth. കേട്ടില്ലേ മാളവരെ, ഒരു പാട്ടിന്റെ ഈരടി. കാലം മാറിയപ്പോ കോലവും മാറി. സൂര്യനും ചന്ദ്രനും എന്നുവേണ്ട ഈ പ്രപഞ്ചത്തിന്റെ താളം തന്നെ തെറ്റിക്കഴിഞ്ഞിരിക്കുന്നു. പ്രകൃതിയുടെ രോദനം നിങ്ങൾ കേൾക്കുന്നില്ലേ? ആ ശബ്ദം എന്റെ കാതുകളിൽ ഇടിമുഴക്കം പോലെ മുഴങ്ങി കേൾക്കുന്നു. ആരാണിങ്ങനെ വിലപിക്കുന്നത്? അത് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞതല്ലേ, പ്രളയം വന്നപ്പോൾ പ്രകൃതി തിരിച്ചടിക്കുകയാണെന്ന്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർക്കുന്നവരോട് ഞങ്ങൾ ദയനീയമായി പറഞ്ഞതല്ലേ? അപ്പോൾ കേട്ടില്ലല്ലോ. അതിന്റെ ഫലമാണിത്. അതേ കൂട്ടരെ, നമ്മൾ പ്രകൃതിയെ മലിനപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ, പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്തപ്പോൾ, പ്രകൃതിയുടെ മാറിലേക്ക് പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിഞ്ഞപ്പോൾ, കണ്ണീർത്തടങ്ങളും തോടുകളും നികത്തിയപ്പോൾ, കാടുകൾ വെട്ടി നശിപ്പിച്ചപ്പോൾ, അതെ, പ്രകൃതി കരയുകയായിരുന്നു. ആ കരച്ചിലാണ് ഒരു മഹാപ്രളയമായി വന്ന് നമ്മെ മൂടിയത്. നമ്മൾ വസിക്കുന്ന ഭൂമിയെ സംരക്ഷിക്കുക, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക, ശുദ്ധവായുവും ശുദ്ധജലവും ലഭ്യമാക്കുക. അതെ, ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു ഭൂമിയുടെ നിലയ്ക്കാത്ത രോദനം. നിങ്ങൾ കേൾക്കുന്നില്ലേ മാളവരെ? അതേ നിലവിളി, അതേ തേങ്ങൽ. ആരാണിങ്ങനെ തേങ്ങിക്കരയുന്നത്? ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഞാനാണ് തേനീച്ച, വസന്തം പൊട്ടിമുളയ്ക്കുമ്പോൾ സന്തോഷിക്കുന്നവൾ, സസ്യങ്ങളിൽ ജീവന്റെ പരാഗണം നടത്തുന്നവൾ. എന്നാൽ നിങ്ങൾ തളിക്കുന്ന എല്ലാ കീടനാശിനികളും എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ജീവന്റെ ഓരോ തുടിപ്പും എന്റെ കയ്യിലും കൂടിയാണ്. ഇതൊക്കെ ആരോട് പറയാൻ? ഞാൻ പൂവ്, നിങ്ങൾക്ക് ഞാൻ വസന്തം നൽകുന്നു, കണ്ണിനും മനസ്സിനും സന്തോഷം നൽകുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾ എനിക്ക് പകരം പ്ലാസ്റ്റിക് പൂക്കൾ ഉപയോഗിച്ച് ഈ ഭൂമിയെ മലിനമാക്കുന്നു. അതാണ് എന്റെ സങ്കടം. ഞാനാണ് മരം, പ്രാണവായു, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായി പ്രയത്നിക്കുന്നവൾ. എന്നാൽ തേനീച്ചയുടെയും പൂവിന്റെയും ദുഃഖം എന്റെയും ദുഃഖമാണ്. എന്നെ ഇല്ലാതാക്കുന്നത് നിങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. ഞാനാണ് വയൽ. ഒരു കാലത്ത് ഭക്ഷ്യവസ്തുക്കൾ എന്റെ അടുത്ത് നിറഞ്ഞു കവിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് മണ്ണും കീടനാശിനികളും എന്നെ ശ്വാസം മുട്ടിക്കുകയാണ്. നാളെ എന്റെ ഈ ശ്വാസം മുട്ടൽ നിങ്ങൾക്കും ഉണ്ടായേക്കാം. ഞാൻ മണ്ണ്, കോടിക്കണക്കിന് ജീവന്റെ നിലനിൽപ്പ്. എന്നാൽ നിങ്ങൾ എന്നിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു, കീടനാശിനികൾ പ്രയോഗിക്കുന്നു, മാലിന്യങ്ങൾ ഒഴുക്കുന്നു. അപ്പോൾ 1 കോടി ജീവനുകളാണ് ഇല്ലാതാവുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വരണ്ടുണങ്ങി ഞാൻ കരയുമ്പോൾ എന്നിൽ ജീവിതം പടുത്തുയർത്താൻ നിങ്ങൾ വെമ്പുകയാണ്. ഞാനാണ് ജലം, ജീവന്റെ സ്രോതസ്, പ്രാണനുള്ളവർക്കെല്ലാം പ്രാണനേകുന്നവർ, നിങ്ങളുടെ എല്ലാ അഴുക്കുകളും വഹിക്കാൻ വിധിക്കപ്പെട്ടവർ. നിങ്ങൾ എന്നെ അതിരുകെട്ടി തടഞ്ഞു നിർത്തുന്നു. ഒഴുകാനിടമില്ലാതെ ഞാൻ പ്രാണൻ പൊട്ടി കരയുകയാണ്. എന്റെ ഈ കരച്ചിൽ നാളെ മഹാപ്രളയമായി നിങ്ങളെ തേടി വരും. ഇവർ പ്രകൃതി, ഇവരുടെ കരച്ചിലുകൾ നിങ്ങൾ കേട്ടില്ലേ മാലോകരെ? ആരാണ് ഇവരുടെ സങ്കടങ്ങൾക്ക് ഉത്തരവാദി? അതിസമർത്ഥരായ നിങ്ങൾ ഒന്നും ഓർക്കണം, മനുഷ്യരാണ് ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യർക്ക് ഇന്നൊരു ചിതലിന്റെ വില പോലും ലഭിക്കുന്നുണ്ടോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. എന്തു പറ്റി നമ്മുടെ നാടിന്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എവിടെ പോയി നമ്മുടെ ഹരിതഭംഗി?
എവിടെ കാടുകളും കാട്ടരുവികളും? എവിടെയാണ് തോടുകളും പുഴകളും? മനുഷ്യനാണ് ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത്. ലോകമെമ്പാടും കാണുന്നത് ഈ പ്ലാസ്റ്റിക്കുകൾ മാത്രമാണ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ മാലോകരി, പ്ലാസ്റ്റിക്കുകൾ എത്ര മാരകമാണ്? പ്ലാസ്റ്റിക് കത്തിച്ച് കഴിവതും പ്രകൃതിയെയും മനുഷ്യരെയും ദ്രോഹിക്കാതിരിക്കുക. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാം.